ചെലുത്താൻ വരില്ല എന്ന് പറഞ്ഞു. അഞ്ചാള് ഫുള്ള് നമ്മള് 4 പേരല്ലേ ഉള്ളു, 5 പേരില്ലല്ലോ. നമ്മള് 4 പേരേ ഉള്ളു, 5 4 പേരേ ഉള്ളു. ബ്രോ, സിറാജ് ബ്രോ, ഇസാം ബ്രോ, പിന്നെ ഞാൻ 4 പേര്. മറ്റേത് റാൻഡം പ്ലെയർ ആണ്, അറിയാൻ വയ്യ. ഏ ഭായ് തും ഹിന്ദി ഹേ മലയാളം ബോൾത്തി ഹൂ? तुम्हारा नाम क्या है? തും നാം ക്യാ ഹേ ബ്രോ? ഇത് വേറെ ആരാണ്ടാ? ഇത് എൽത്താൻ ഷാ. നമ്മളവിടെ കളിക്കുന്ന എൽത്താൻ അല്ലായിരുന്നു, ഇത് എൽത്താൻ ഷാ. ഞാൻ കുറച്ചേരായി ബ്രോ, 1 മണിക്കൂറായി. ഇത് വേറെ ആരാ? ഞായറാഴ്ച വരെ സമയമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ടൈം കഴിഞ്ഞിട്ട് നിക്കുന്നത്. ഞാനാണെങ്കിൽ മോനെ ഇവിടെ 9 മണിയാകുന്നോണ്ട് എടേ ഹിന്ദിക്കാരെ സംസാരിച്ച് എന്തോ പറയുന്നുണ്ട് കേട്ടാ. ഭായ് തും കിധർ സേ ഹോ? ആപ്കാ കിധർ ഹേ? ഏതാ आपका ഹിന്ദിക്കാരൻ बड़ा है? സംസാരിച്ചതാ? ഹലോ ഹലോ भाई भाई बड़ा है। मेरा सामान बड़ा है। സാമാൻ ബെടാ എന്നാണ് പേരുടെ പേര് കേട്ടാ. भाई किसी को അടിപൊളി. സാമാൻ ബെടാ, सामान छोटा है। സാമാൻ ചോട്ട എന്നാണ് പേര്. ഓ സാമാൻ ചോട്ട ഭായ്. ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും. सामान छोटा है, तुम्हारा सामान चुन्नी है। मेरा सामान बड़ा। किधर से हो तुम? तेरा मैं गारो। आप कक्कूस में है? गरु एक्को है? നേരത്തെ बहुत एको आ रहा है भाई। क्या बोलता है आप लोग? कुछ नहीं भाई, सो जाओ सो जाओ। क्या എന്താ കളിക്കുന്നത്? शिवने दे दियो भी। पता नहीं ये कौन सा बंदा है। बंदर सुल्तान शाह। ബെന്തറല്ലടാ പട്ടി, ബെന്താന്ന് പറഞ്ഞാ ഗണ്ണ് അല്ലേ? ആ ബന്ദൂക്കാണ്. बंदा बहुत बड़ा। ബഹത്ത് ബെടാ ഹേ? और में कोई उसका बंदा है, बड़ा बंदा है। आसपास है ना, बैठा है बड़ा बंदा। എന്തിനാണത് ചിരിക്കുക? അടിപൊളിയായിരുന്നു. അതെന്തായിരുന്നു അടിപൊളിയായിരുന്നു. അടുത്ത് വലിയ ബന്ധമുണ്ടെന്നോ വലിയ ആളുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. നിന്നെ ഞാൻ 9:30 വിളിച്ച്, നീ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 10 മണിക്ക് വിളിച്ച് 10 മണിക്ക് വിളിച്ചു, ആലോചനയെന്ന് പറഞ്ഞു. 11 10:30 വിളിച്ച്. പിന്നെ നീ എന്തൊക്കെയോ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 11 മണിക്ക് വിളിച്ച് ഇവനെ കേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വൈകിച്ചു കേറാൻ വേണ്ടി. 11 മണിയായി കയറിയപ്പോ. ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു സ്ഥലം ചെറുതായിട്ടൊന്ന് പൊരുത്തുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പട്ടിലോക്കായ പൊരിപ്പിച്ചാ പൊരുത്താ കൊടക്കെ കിടത്തിയിട്ട് ചെറുതായിട്ട് ഇത് കളിയല്ല. ഓക്കെ സീരിയസ് ആണെങ്കിൽ പറയാം. അതാണ് ചോദിച്ചത്. നിന്നെ 2 റീൽസിനുള്ള ആഡിയാണ് ഞാൻ ഇപ്പൊ ആഡ് ചെയ്ത്. 2 റീൽസിനുള്ള സാധനമാണ് ഇപ്പൊ കട്ട് ചെയ്യാറുള്ളത്. ഇനി പറയണ്ട, പറഞ്ഞാൽ ഇനി അത് കട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് വിൽക്കാണ്ടല്ലേ, എൽത്താൻ കുരുത്തു. എടാ നീ എന്റെ വായിൽ അല്ല, ലിസാന്റെ വായിൽ നീ മൈക്കടിച്ചിറക്കണടാ തമ്മില് പട്ടി. നിന്റെ നോക്കോടാ, നിന്നെ ഞാൻ പട്ടിലോക്ക് 2 പട്ടി എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കോടാ. പട്ടിലോക്ക് നിന്നെ വീട്ടിലോടാ പട്ടിലോക്ക്. നിന്റെ തലയും വേറൊരു തലയും കുരുത്തിടുന്ന 2 പട്ടിയുടെ ഷംറാബ് വന്നിട്ട് എന്തോ പറ്റി? 2 ദിവസം കണ്ടില്ല. അതാണ് തുർക്കി ഞാൻ വായിച്ചാണ്, പിന്നെ ഒന്നും ഓർമ്മയില്ല. ജാമില് കുരുങ്ങി, ജാമിന്റെ അടപ്പി കുരുങ്ങി. ജാമ തിന്നാണ് ചെയ്യാൻ അടപ്പിനകത്ത് കയറ്റിക്കല്ല. ഇത് അടപ്പിനോളം കയറ്റി കുപ്പിയോടെ എടുത്ത് അടിച്ച് എല്ലാത്തിനും തരുന്നുണ്ട്. നാട്ടിൽ വന്നാൽ എല്ലാവർക്കും കളിക്കി തരുവാണ്. അയ്യോ, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു അണ്ണ. ഡോക്ടറാണെങ്കിൽ പറഞ്ഞ് സാമാനത്തിന് വരെ വിരൽ കാണിച്ചിട്ട് പറഞ്ഞേ പോണ്ട, ഈ വിരൽ സാമാനോട് പറയണ ഇങ്ങനെ ഇട്ടാണ് ചെയ്യാനുള്ളത്. നേരെ വീട്ടിൽ പോയിട്ട് അതേപോലെ വിരലിൽ കോണ്ട ഇട്ടിട്ട് ചെയ്തിട്ട് പറഞ്ഞ എനിക്ക് അതൊന്നല്ല, നമുക്ക് എല്ലാവർക്കും
ആ, ഈ നാളെ കല്യാണം എനിക്ക് മനസ്സിലാവും. സെക്കൻഡ് കൊണ്ട് വെള്ളം പോകും. അതാ റെക്കോർഡാ. അയ്യോ. എടാ ചുമ്മാരി എല്ലാ റെക്കാണ് മേരി ഞാൻ കട്ടിയൊക്കെ പറയുന്നത് ചുമ്മാരി എന്നിട്ട് ഇങ്ങനെ സ്വന്തം മോനെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ വിരലല്ലേ ഇടാനുള്ള. ഞാൻ പണ്ട് വിരലുണ്ടായിരുന്നു. നിനക്കൊന്നും എന്തൊരു കുഴപ്പം. വോൾപ്പിന് എടാ റെക്കോർഡാണ് വോൾപ്പിന് പറ്റിയ അബദ്ധമാണ് മോനെ നീ. എനിക്കെല്ലാം ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് ആയിട്ട്. എന്റെ പൊന്നെ സ്റ്റാമ്പിനെ പറയാം. ഞാൻ ഓഫറൊക്കെ നമുക്ക് പോരെ, സംസാരിക്കാം. ഇന്നത്തേക്ക് അതൊക്കെ എന്നെ കട്ട് ചെയ്യാൻ വിളിക്കാൻ വയ്യ. ഓ ഇന്നത്തേക്കുള്ള പോവാം. കട്ട് ചെയ്യണ്ട, ഇതൊക്കെ ഇട്ടോ. എന്റെ പൊന്നു ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇതൊക്കെ പണ്ടോട്ടേ ഉള്ളതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അയ്യോ ആവിയാവുന്നു. ഒരു ചിരിക്ക് രണ്ട് വളി എന്നുള്ള കണക്കിലാണ് പോയ മയില്. ഭയങ്കരമായി ഏജ് തിരിഞ്ഞു നോക്ക്, ഏജ് തിരിഞ്ഞു നോക്ക്. എടാ ഇന്നലെ ഞാനേ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞ് ഉൾസിറോ ഞാൻ ഗെയിം പ്ലേ ഒക്കെ കാണാറുണ്ട്, എല്ലാം കഴിഞ്ഞ. എന്നിട്ട് അത് കഴിഞ്ഞ അപ്പോൾ വീട്ടിൽ അടുത്ത നിങ്ങളെ കൂട്ടത്തിട്ട് എൽറ്റാൻഷ ഉണ്ടല്ലോ, പുള്ളി നല്ല ഇതാണല്ലേ. അപ്പൊ എനിക്ക് പറ്റി ഈഗോ അടിച്ചു മയില്. ഇവിടെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് മറ്റേ അങ്ങനെ എൽറ്റാൻ പുള്ളി നല്ല ഇതാണല്ലോ എന്നും പറഞ്ഞ കേടായല്ലോ. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവനെ പൊക്കി പറയണ്ടേ, ഈ തന്നെയാണ് ചാനൽ വീഡിയോ ഇടൂല. അത് ഇവന്റെ വോയിസിലാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് സംഭവം. ഇവിടെ എന്റെ ഗെയിം പ്ലേ ഒന്നും അറിയില്ല. ഇവന്റെ വോയിസ് കാരണം ഇവൻ കളിക്കാനായിട്ടാണ് ഇടുന്നത്. ഇവന്റെ ഗെയിം പ്ലേ ആയിട്ടാണ് ആൾക്കാർ കളിക്കുന്നത്. ഇനി അങ്ങനെ പറ, എന്റെ ഒന്നാമത് എന്റെ മയക്കും പറയും എല്ലാം അടിച്ചു പോയി. ഇനി എന്റെ ഫോണും കൂടെ ഉള്ളു. എനിക്കൊന്നും ഓർമ്മയില്ല. ടവർ അടിച്ചു പോയി. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ടവർ കേട്ടാ. പണ്ട് നമ്മൾ പറഞ്ഞ് ഈ 4G ഒക്കെ വന്ന സമയത്ത് ജിയോയെ കൊണ്ടുവച്ചതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു എന്തൊരു സ്പീഡല്ലേ എന്ന് പറഞ്ഞ ഒരു പുതുക്കിടി അത് അടിച്ചു പോയി. പിന്നെ ഒരിക്കലും ഗെയിം കളിക്കാനും പറ്റില്ല, പിന്നെ ഒന്നിനും പറ്റില്ല. അയ്യോ കോമഡി ആയിരുന്നു അത്. കളിയങ്ങത്ത് ഞാൻ ചാവണേ ഉള്ളൂ ഇവിടെ. എന്തിരുന്ന് അവിടെ എന്തൊരു ഇവിടത്തെ ബസ്സിലുണ്ടല്ലോ, ബസ് ഫുൾ സൗണ്ട് മനസ്സിലായില്ല. നിനക്കൊന്ന് കേൾക്കാൻ പറ്റില്ല നമ്മളെ പറയണത്? വോയിസ് പ്രശ്നമുണ്ടാ? എനിക്ക് കേക്കാം. പിന്നെന്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിലില്ല. മനസ്സിലായി സൗണ്ടൊക്കെ വിഷയം കാണും. സീനില്ല മൾട്ടി ടാസ്കിങ് കഴിവില്ല. വായിക്കൂടെയും ബാക്കിൽ കൂടെയും വിരലിൽ കൂടെയും ഒന്നും പറ്റില്ല. ഞാൻ ഒരു സിനിമ കണ്ടിട്ട് എത്ര ദിവസമായി അറിയാമോ? ഏത് സിനിമയാണ് കണ്ടിട്ട് കുറെ ദിവസമായത്? ജാപ്പനീസ്. ഇപ്പൊ എല്ലാവർക്കും ജാപ്പനീസ് ആയിട്ടോ. നല്ല സ്റ്റോറി ആണല്ലേ. ജാപ്പനീസ് ആവുമ്പോ പെർഫെക്റ്റ് സ്റ്റോറി ആണല്ലേ. സ്റ്റോറി ഉള്ളത് കാണണമെങ്കിൽ നമ്മൾ ജപ്പാനീസ് തന്നെ കാണും. അയ്യോ ഞാൻ ജപ്പാനീസ് നിന്റെ ഫ്രണ്ടിലടാ എനിമി കണ്ട് അവനെ കൊന്നു. ജപ്പാനീസ് സ്റ്റോറി ഉണ്ടാക്കാറ് വിഷയത്തിൽ തന്നെ മാറുന്നു. ഞാൻ മറ്റേ ജോണിനെ ഫോളോ ചെയ്തിട്ട് എനിക്ക് പുള്ളിയുടെ വർക്കൗട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ വർക്ക് ഇഷ്ടപ്പെടും. പുള്ളിയുടെ എക്സസൈസ് ജിം വർക്കൗട്ട് പുള്ളി നല്ല വർക്കൗട്ടാണ്. ആര് കളിപ്പ് ജയിച്ചത്? ഞാനല്ല മേര്. അവ എടുത്തു ഒരെണ്ണം പോരെ. അവ എന്നെ വെട്ടിപ്പിരുത്ത്. ഞാൻ എത്ര പ്രാവശ്യം ചത്തെന്നറിയാമോ? എനിക്ക് കളിക്കാൻ എന്തിനാ എന്റെ ഇവിടെ എനിക്ക് MS അടിച്ചിട്ടുണ്ടോ 150. എനിക്കും അത് തന്നെ, എനിക്കും അങ്ങനെ തന്നെ. ഞാൻ അവിടെ കളിക്കണ പോലും ഇല്ല, ഞാൻ ചുമ്മാ കളിക്കാൻ.
നല്ലോണം കളിക്കുന്നുണ്ട്. എനിക്ക് 150 160 ഈ ഊർജ്ജ വാ തുറന്ന ഇതാണ്. നിങ്ങൾ അവിടുത്തെ ടവറും പോയി ഇതും പോയി എടുത്ത് കള ഇങ്ങനെ പൈസ വാങ്ങിയില്ലേ. എനിക്കതിന്റെ പ്രശ്നമാണ്. 110 ചുമ്മാ 170 എന്റെ 120 ആ. അപ്പൊ സൗദിയിൽ നിന്ന് ആരും കളിക്കുന്നുണ്ടെങ്കിൽ കൊന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ക്രാങ്ക് എനിക്ക് കാണിക്കുന്നത്. നോക്കട്ടെ ഇവന്മാർ ഏത് രാജ്യത്ത് നോക്കട്ടെ. ഇവന്മാർ റഷ്യക്കാരന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുതിയിട്ടുണ്ടാ? ഇല്ല, എനിക്ക് തോന്നണം. അക്ഷരം വായിച്ചിട്ട് മനസ്സിലായില്ല. പറഞ്ഞുതരാം. ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലേ? എവിടെ നിന്നൊക്കെയാണോ ഈ നായർ അടിക്കണം? ഞാൻ കൊല്ലാൻ പറ്റില്ല. അതേ അവസ്ഥ. ഇത് റാങ്കഡ് മാച്ച് തന്നെ. അല്ല ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ് കളിച്ചില്ലേ. ഇവിടെ ലിസാനെ കള്ളക്കളവ നിങ്ങൾക്ക് പിങ് നിങ്ങൾ 100 ആയിരിക്കൂല. 1.00 ആയിരിക്കും. അടിച്ചിട്ട് ചാവത്തുണ്ടോ? MS MS അടിച്ചിട്ട് തന്നെ ലിസാൻ എന്തൊരു കളിയല്ലേ. MS കൂടെ ഇല്ലായിരുന്നു. മസം കൂടെ ഇല്ലായിരുന്നെങ്കിൽ കാളൂട്ടി തീർന്നന. ലിസാൻ എഴുതി കൊടുത്തന. അയ്യോ തന്നടാ സിറാജ് വോയിസ് വിഷയം ഉണ്ടോ അവിടെ? സിറാജ് ഹലോ. വോയിസ് വിഷയല്ല, ഞാൻ മ്യൂട്ടായിരുന്നു. തന്നെ എന്ത് പറ്റി? അപ്പൊ ഞാൻ സംസാരിച്ചത് കേട്ടിട്ടില്ലല്ലേ? ഇല്ല, നമ്മളൊന്നും കേട്ടില്ല. പെട്ടെന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കല്ലേ. സാധാരണ ഒരു സൗണ്ടെങ്കിലും കേൾക്കാറില്ലേ. 2 വിളി ഒരു വളി കേൾക്കാറില്ലേ? പെട്ടെന്ന് ഓടി പെട്ടെന്നുള്ള സംസാരം കേട്ടപ്പോ ആൾക്കാരുടെ സ്കോഡ് എന്ന് പറയുന്നത്. സീനുണ്ടോ ബ്രോ? എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. നിക്കടാ, ഒരാള് പറയടാ. ഇത് ചെറുതെന്ന് പറഞ്ഞ ഇല്ല, വിഷയമുള്ളൊന്നല്ല. ഞാൻ ഇത് മ്യൂട്ടായത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഗെയിമിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി എൽറ്റാൻ പറ, കേണ്ട സൗണ്ട്. അപ്പൊ നമ്മളങ്ങനെയായി. നമ്മളിപ്പോ വേണ്ട. ഒന്നാ ഡിപ്രഷനിൽ ഇരിക്കുന്ന ചുമ്മാ പറഞ്ഞാ. നീ എന്റെ ചക്കരയല്ലേ. നമ്മളെ വേണ്ട. ചുമ്മാ അല്ല, ഉള്ളത് തന്നെ നമ്മളെ വേണ്ട. നീ എന്റെ മുത്താണ്. കിട്ടിയപ്പോ നമ്മള് വേണ്ട. എടാ അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ റെക്കോർഡ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളു വിളിക്കാം. റെക്കില് ഞാൻ നിന്റെ നന്മ കൊണ്ടാണ്. എടാ ഞാൻ നിന്റെ മുത്താണ്ട്ര. നീ എന്റെ ഇന്നലെ ഞാൻ കണ്ട് മുട്ടയിലെ വെള്ളം, മറ്റേ മുട്ടയിലെ വെള്ളമാണ് എന്റെ താഴെ ഇട്ടിരിക്കുന്നത്. മുട്ടയിലെ വെള്ളം ഈശ്വരാ തീരണേ. മതിയായി. വളരെ തീരും. അയ്യോ ചമ്പ്രാപുരം എന്താ പറഞ്ഞ കേട്ടില്ല. അല്ല, ഇവ ഇട്ട വീഡിയോ കണ്ടിനാ യൂട്യൂബില് നിന്നെ ഓടിപ്പിക്കുന്നേ? അതിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. അതെനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര പാടടാ ഈ റീൽസ് എഡിറ്റ് ചെയ്യാൻ. ഒരു നമ്മളതിൽ റീൽസിന്റെ കംപ്ലീറ്റ് സാധനം ഉണ്ട്. ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പറ്റും. റീൽസ് മാത്രം. ഞാൻ ഇത് നിർത്തി അങ്ങോട്ടൊന്ന് റീൽസ് എഡിറ്റ് ചെയ്തരാം. കുറച്ച് പറഞ്ഞ് എന്റെ തന്നെ കുറച്ച്. എടാ അങ്ങനെ നീ എഡിറ്റ് ചെയ്തിടാ പട്ടി. ആരെങ്കിലും എടുത്തിടാ. എന്തുമാത്രം വ്യൂസ് ഉണ്ടെന്നറിയാം. അല്ല ഇതുണ്ടെന്നറിയാമോ? വിഷ്വൽസ്. പക്ഷെ കട്ട് പീസ് ഉണ്ടെന്നറിയാമോ? ഒരു വീഡിയോ തന്നെ ഒരു 10 കിട്ടും. നിനക്കറിയാമോ? അവിടെ ജോലി നിർത്തി വരായിരുന്നു. എടുത്തിട്ട് ഞാൻ തന്നെ ഫുൾ സപ്പോർട്ട്. പറഞ്ഞത് ഇങ്ങനെ പകുതിയെ കേൾക്കുള്ളൂ. ആയിരം ചെവിയിൽ എന്തായാലും ഇരിക്കും. കണ്ട ഇവന്റെ സൗണ്ട് കണ്ട. ഈ ഗെയിം പ്ലേ ഇവൻ കൊണ്ടുപോയി. ഇവന്റെ സൗണ്ട്. പ്രിയ മാന്യ ഉപഭോക്താക്കളെ, ഈ കളി കളിക്കുന്നത് ഞാനാണ്. WOLFDS ഉണ്ട്. അത് തന്നെ ഈ കളി. കളിയുടെ പേരെന്തൊരു കുരുക്കി കളി. റെഡിയാവോ? ഇവിടെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. താളം വിടാതെ. മാച്ച് റിസൾട്ട് കഴിഞ്ഞില്ല നോക്കിട്ട് പുള്ളി ഇത് കണ്ട് സൂയിക്കും. പടമൊക്കെ വരച്ച് വിടുന്ന ടീമാണ് ഇതൊക്കെ. അണ്ണ ഈ ഇതിലെ കണ്ണ് കണ്ടിട്ട് കൈ വെച്ച് പരിപാടി ഇതിലെ കണ്ണ്. എന്റെ കണ്ണ് ഇത്ര ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ മനസ്സിലാവാത്ത രീതിയിലേക്കാണ് പറയണത്. നീ പച്ചക്ക് പറഞ്ഞോ പട്ടി.
പണ്ട് പണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ പറയാനില്ല. നീ എല്ലാം ഒറിജിനൽ വിളിച്ച് പറ മീരെ, വിളിച്ച് പറ. അയ്യോ. ശമ്പള പിന്നെ ഒന്നുണ്ട് വിശേഷം. ഫോൺ എടുത്ത് ബലൂണൊന്നും ആ കഴിഞ്ഞ അതെന്തൊരു സൗണ്ട് മെഷീൻ വെച്ചിട്ടുണ്ട്. മെഷീൻ വെച്ചിട്ടുണ്ട്. വായി കേറിയിട്ടാ അതാണ് സംഭവം. അയ്യോ നാക്കൊക്കെ അവിടെ ഉണ്ടാ? ഉണ്ട്. ഉണ്ടല്ലേ, സൂക്ഷിക്കണം. രണ്ട് പണി നല്ലതല്ല. ശമ്പള എന്തുണ്ട് വിശേഷം? സുഖം തന്നെയാ എനിക്ക്. ഇല്ല, ശമ്പളാന് സുഖം കുറവുണ്ടെന്നാണ് പറഞ്ഞത്. ശമ്പള ബ്രോ, നിനക്ക് ബ്രോ ആണ് കേട്ടാ, എനിക്ക് ശമ്പളാത്. ബ്രോ, നമ്മൾ ഇതിനകത്ത് എല്ലാവരും ഒരേ പ്രായക്കാരാണ്, അതറിഞ്ഞില്ലേ? നിനക്ക് സാധനത്തിന് വലിപ്പം കൂടുതലുണ്ട് അഹങ്കാരമാണ്. നാസിലണ്ണനെയൊക്കെ ഉപ്പാപ്പാന്ന് വിളിക്കണം, അത് വെച്ചോക്കണം. പോട്ട് എല്ലാരും പുഷ്. അവന്റെ എന്തൊക്കെ സാധനം ഉണ്ട്. ഓയ്യോ എനിമി അല്ലേ എൽറ്റാൻ. എന്റെ സാധനം ഉണ്ട്. വണ്ടി ഓടിച്ചാ ഞാൻ ചത്ത്. ചാവാനായിട്ട് ഞാൻ ചെയ്യുന്നെങ്കിൽ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ലിസ എന്തിനാ പോണത്? ലിസാന്റെ ചെറുപ്പ് തന്നെ, ഇന്നൊരു ഉപയോഗിക്കാത്ത സാധനം. ഇടിച്ചു വന്നു. ആരാ അടിച്ചു വന്നു? ഇടിച്ച് കൊല്ല മാത്രമല്ല, ഇടിച്ച് തെറിപ്പിച്ചു. ഓയ്യോ കിട്ടി. കൊല്ലു അവനെ. ഓ നൈസ്. എടേ എന്നെ എന്തുവാടേ കൊല്ലണേ ഇത്? ഒരു മയൊക്കെ വേണ്ടടാ. ഒന്നുമില്ല, ഇത്ര പ്രായമുള്ള മനുഷ്യന് രാത്രിയൊക്കെ ഒന്ന് കളിക്കുന്നില്ലേ? അത്രയും പ്രായമുണ്ടല്ലേ ഇപ്പൊ? പ്രായമുള്ള മനുഷ്യന്മാരെ മര്യാദയ്ക്ക് വീട്ടുകളൊക്കെ ഇറങ്ങിയിരിക്കണം, അല്ലാതെ കഴപ്പം കൊണ്ട് നാട്ടിൽ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാനിത് കളിച്ചോട്ടറാ. ദിസ് ഈസ് മൈ ഫൺ ആടാ. ഇത് നമ്മക്ക് ഫണ്ണല്ല. ഇവനൊക്കെ എന്തൊരു വെടിയടി വെക്കണത്. ഞാൻ ഇവിടെ ചാവല് തന്നെ. കണ്ണ് മാറ്റുന്നു, പോകുന്നു, വരുന്നു, ചാവുന്നു, വരുന്നു, പിന്നെ മാറ്റുന്നു. ഞാൻ കളിക്കുന്നേ ഇല്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ ചത്തത്. ഞാൻ ഉണ്ട്, പറയുണ്ട്. പ്രോ പ്ലെയർ. എനിക്ക് കാണാൻ പോലും വയ്യോ. എനിക്ക് കിടക്കണം കുട്ടാ. എനിക്ക് നീങ്ങളില്ലാതെ പറ്റല്ല. ചൂട് കൂടിയപ്പോഴേ അടിച്ച്. കന്നിമാസമാണ്, പട്ടിക്ക് ഹീറ്റ് അടിച്ചോലുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. വീട്ടിന്റെ അടുത്ത് പട്ടിയുടെ കാര്യം അറിയാവോ? എടുത്ത് ഞാൻ സെറ്റ് എടുക്കൂലേ ബ്രോ? എപ്പോഴും എടുത്തില്ലേ? എന്നിട്ട് അവൻ അടിക്കാൻ പറ്റില്ല. MS അടി ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. MS ഉണ്ട്. പറയടാ, എന്താ എന്തിട്ടി? കുറച്ച് നമുക്ക് നെഗറ്റീവ് ആക്കാം. ഞാൻ പോസിറ്റീവ് ആക്കാം. പറ, നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയാം. എനിക്ക് കട്ട് ചെയ്യാനും പറിക്കാനും വയ്യ. അവന്റെ പാറിയുമായി പാറി കളിക്കുകയില്ല. പോസിറ്റീവ് ആക്കാം. പോസിറ്റീവ് ആകും. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. അയ്യോ, ഇത് പ്രാക്കാണ്. രണ്ട് പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് ചേരുമ്പോ
എന്റെ പൊന്നെ എടാ ഇവന്മാര് വിഷയമുണ്ടോ ഇവന്മാര് ശരിയല്ല അവന്മാര് സെർവർ വ്യത്യാസമായിരുന്നു അവന്മാര് 4 പേരെന്നാണ് അടിച്ചത് 5 ബോട്ടുകള് ഇത് മാറ്റ് റൺവേ അത് മാറ്റേ നല്ല റാങ്കഡ് വെക്കല്ലേ സോറി വേറെ എന്തെങ്കിലും വെക്ക് നമുക്ക് ഇഷ്ടമല്ല. റാങ്കഡ് പോയിട്ടില്ല ഏട്ടാ റാങ്കഡ് പറ്റൂല ഏട്ടാ നമുക്ക് ഈ മറ്റേത് മതി ക്രാങ്കഡ് മതി നിങ്ങൾ കളിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല ഫുഡ് കഴിക്കാൻ പോണോ ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ സമയം കുറച്ച് കണ്ട ഇങ്ങനെ ഇത്രയും ഡെഡിക്കേഷൻ ഉള്ള മനുഷ്യൻ ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കാണ് ചാനലൊക്കെ വേണ്ടത്. ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടന്ന് കളിക്കുന്ന ആള് നിങ്ങൾ എന്താണ് മൂക്കുറ്റം തിന്നു പട്ടിണി കിടന്ന് കളിക്കണത് അല്ല ഗുസ്തിക്കൊക്കെ എല്ലിന്റെ കുത്തമാണ് കളികളാണ്. എനിക്കാണെങ്കിൽ ഗെയിം കളിക്കാൻ മടങ്ങിയിരിക്കാൻ പറ്റില്ല വയറാടിയിട്ടേ മടങ്ങിയിരിക്കാൻ പറ്റൂല വയറ് നിറഞ്ഞിട്ട്. അയ്യോ കണ്ടിട്ട് കുറെ നാളായി ഇപ്പൊ ഫോട്ടോ എടുത്താൽ നോക്കണം. ഒരു കാര്യം ചോദിക്കട്ടെ സിറാജ് ബ്രോ ഞാൻ എങ്ങനെയാണ് എന്നെ കാണാൻ എങ്ങനെയായിരിക്കും നിങ്ങളെ മനസ്സിൽ എങ്ങനെയാണ് ഞാൻ കാണാൻ എനിക്ക് പറയാം അല്ല ശംബ്ര ബ്രോ മാറി പേര് മാറിപ്പോയി എല്ലാം സാവച്ചാണല്ലോ തുടക്കം പറയൂ. ഞാന് നിങ്ങളെ ഇമാജിൻ ചെയ്തത് ഈ ചങ്ങായിന എൽത്താണ് ഞാന് ആദ്യം ഞാൻ വിചാരിച്ചത് മറ്റേ ഒരുമാതിരി മെലിഞ്ഞിട്ടായിരിക്കും. പക്ഷെ എൽത്താൻ ഞാൻ സൗണ്ടിൽ ആളേ അല്ലേ ഇമാജിനേഷൻ ഞാനാണോ എങ്ങനെയായിരിക്കും പറഞ്ഞാൽ കേട്ടോ കേട്ട് എന്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്നെ നോക്കണ്ട അത് ഞാനല്ല ഞാൻ നെറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട ഫോട്ടോ ഞാൻ നിങ്ങളൊരു ഇത് കണ്ടില്ലേ നിങ്ങളെ ശരിക്കുള്ള എനിക്ക് അറിയാം ഹൈറ്റ് ഉണ്ട് ഇച്ചിരി കറുത്തിട്ട് ഇച്ചിരി തടിച്ചിട്ട് മുഖം തടിയുണ്ട് താടി ചന്തിന്റെ ബാറ്റ് സ്റ്റമ്പൊക്കെ കണ്ട് ഇത്തിരി തടിച്ചിട്ട് ഇത്തിരി കറുത്തിട്ട് അതല്ല നിങ്ങളല്ലത് വിട്ട് വൈകി അങ്ങനെ ഉള്ളട്ടാ ഇച്ചിരി ഹൈറ്റ് ഇച്ചിരി തടി ഇച്ചിരി കറുത്തിട്ട് ഹൈറ്റ് ഉണ്ട് ഒരു 7-7.5 അടി പൊക്കം. ഞാൻ കുനിഞ്ഞാൻ നടക്കണം കാരണം തട്ട് എന്റെ തലയിൽ തട്ട് അതുകൊണ്ട് കുനിഞ്ഞാൻ നടക്കണം. ചിലപ്പോ ചില സ്ഥലത്ത് എഴുതുകയും ചെയ്യും. അത് ആരും കാണാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് രാത്രി തല തോർത്ത് കിട്ടും എഴിഞ്ഞു പോണായിട്ടുണ്ട്. ഇവരാരും നോക്കാം കാണാലോ വീഡിയോ കോൾ വിളിക്കും. പക്ഷെ ശംബ്ര ബ്രോ നിങ്ങൾ സ്വീറ്റ് ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. റിയലി ലൈക്ക് യുവർ എവരിത്തിങ്. ഞാൻ സത്യം പറഞ്ഞില്ലേ നിങ്ങളടുത്ത ക്യാരക്ടർ വൈസ് ലുക്ക് വൈസ് റിയലി ലൈക്ക്. അത് തന്നെ ലൈക്ക്. ഇനി പ്രപ്പോസ് കൂടെ ചെയ്യും. ഇനി ഈ ഭൂമി കൂടെ കൊടുക്കാനാണ് കല്യാണം ഫിക്സ് ചെയ്യാം. അതെ എടാ മച്ചാമാര് സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാ മച്ച എടാ സേഫ് കാണുന്ന പുതിയ സാധനം വന്നത് അത് എടുത്തു നോക്കാം കേട്ടോ എന്തിനാണ് റാങ്ക് മാച്ചില് സേഫ് കാർഡ് എന്ന് പറഞ്ഞൊരു പുതിയ സാധനം കൊടുത്തു നോക്കാം.